ഹലോ. ഹലോ. ഹലോ ആ മാം, എനിക്ക് ആക്ച്വലി ഇന്ന് വാക്സിനേഷൻ എടുക്കാൻ പോകണം. ഓക്കെ. അപ്പൊ ഞാന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. ചില ഓക്കെ. സമയം ആ ഒരു ടൈം ആണെങ്കിൽ എനിക്ക് അറ്റൻഡൻസിന്റെ. ഏത് ഫസ്റ്റ് അവറിന്റെ ഏതാ ടൈം സ്ലോട്ട് ഏതാണ് മോള്? അല്ല, ഞാനിപ്പോ പോയി നോക്കുന്നയാന്ന്. ഓക്കെ ഓക്കെ കൗൺസിലർ പറഞ്ഞിട്ട് അങ്ങനെ പോയി നോക്കുന്നയാന്ന്. ഓക്കെ ഓക്കെ, ഞാൻ നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ മാം.
So good morning to all. But today നമുക്ക് ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ പ്രോബ്ലം ഓക്കെ അതിന്റെ പ്രോബ്ലം ആണ് നമുക്ക് നോക്കേണ്ടത് ഓക്കെ. So okay, let's start. Okay. So moving on to the Banker's algorithm. Okay, so we have studied Banker's algorithm for deadlock avoidance. അല്ലേ ഡെഡ്ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് എ റിസോഴ്സസ് വന്നു കഴിഞ്ഞാൽ വി യൂസ് ബാങ്കേഴ്സ് അൽഗോരിതം ആൻഡ് ഇറ്റ് വിൽ ബി സ്പെസിഫൈഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആയിട്ട് ബാങ്കേഴ്സ് അൽഗോരിതം പറഞ്ഞിട്ടുണ്ടാവും. യൂസിങ് ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറഞ്ഞിട്ട് പറയും. ഓക്കെ, സോ here there are four data structures we have studied: available, max, allocation. So these three will be given and you should find out the need matrix. Okay, then safety. Okay, for performing Banker's algorithm there are two other algorithms since two other algorithms അതിന്റെ combination ആണ് Banker's algorithm. Okay, so one is safety algorithm and the other is resource request algorithm. So based on these two algorithms we can perform Banker's algorithm. Okay, so question will be using Banker's algorithm, but according to the question, what type of question it is, you have to use either of this algorithm. Sometimes they will be asking whether the system is safe or not. Okay, if it is safe or not, then you have to use a safety algorithm. Okay, and if the question is some process is requesting for some resources, okay, whether that request can be granted or not. Okay, at that time you have to perform resource request algorithm first. Okay, and after that you can perform whether it is safe or not. Okay, if it is safe you can grant. ഓക്കെ, മനസ്സിലായോ? രണ്ട് അൽഗോരിതമാണ് ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ വരുന്നത്, സേഫ്റ്റിയും റിസോഴ്സ് റിക്വസ്റ്റും. സപ്പോസ് ദ ക്വസ്റ്റ്യൻ എന്താണ്, ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് സേഫ് ഓർ നോട്ട്, അങ്ങനെയാണെങ്കിൽ സേഫ്റ്റി അൽഗോരിതം യൂസ് ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്താണ്, സപ്പോസ് P0 ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ദ റിസോഴ്സ് ഓക്കെ R1 എന്ന് പറഞ്ഞ റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്യാണ്. ഈസ് ദാറ്റ് റിക്വസ്റ്റ് ടു ബി ഗ്രാൻഡ് ചെയ്യണോ വേണ്ടിയോ എന്ന് ചോദിക്കുന്നു. സോ അറ്റ് ദാറ്റ് ടൈം ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം പെർഫോം ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഗ്രാൻഡ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് സേഫ്റ്റിയാണ്. ഓക്കെ, എന്നിട്ട് സേഫ്റ്റി അൽഗോരിതം പെർഫോം ചെയ്തിട്ട് സിസ്റ്റം സേഫ് ആണെന്നുണ്ടെങ്കിൽ ദെൻ യു ക്യാൻ സേ ദാറ്റ് റിക്വസ്റ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, അപ്പോൾ റിസോഴ്സ് റിക്വസ്റ്റിന്റെ കേസ് വരുമ്പോൾ രണ്ടും പെർഫോം ചെയ്യണം. ഓക്കെ, സേഫ് ഓർ നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി സേഫ്റ്റി അൽഗോരിതം ഇസ് നീഡഡ്. മനസ്സിലായോ? സോ ഡിപ്പെൻഡിങ് ഓൺ ദ ക്വസ്റ്റ്യൻ യു ഹാവ് ടു യൂസ് ഐദർ ഓഫ് ദിസ് അൽഗോരിതംസ് okay in Banker's algorithm. മനസ്സിലായോ? സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഹിയർ it's given that there are 5 processes, okay, from P0 to P4, that is P0, P1, P2, P3, P4. 5 processes are there and 3 resource types. Okay, 3 റിസോഴ്സ് ആണുള്ളത്, A, B, C. that is നമ്മുടെ പ്രിന്റർ, ടാബ് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്ന പോലെ here it is given as A, B, C. ഓക്കെ, ഒന്നിക്കൽ എ ബി സി എന്ന് പറഞ്ഞിട്ട് തരാം, അല്ലെങ്കിൽ they will be specifying the resources, that is പ്രിന്റർ, ഓക്കെ, ടാബ് ഡ്രൈവ്, ഹാർഡ് ഡിസ്ക്, അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ട് തരാം. ഓക്കെ, സോ ഹിയർ ദേ ഹാവ് ടോൾഡ് ദാറ്റ് എ എന്ന് പറഞ്ഞ റിസോഴ്സ് 10 ഇൻസ്റ്റൻസസ് ഉണ്ട്, 10 എണ്ണം ഉണ്ട്. ബി എന്ന് പറഞ്ഞ റിസോഴ്സ് 5 ഇൻസ്റ്റൻസസ് ആണ് ആൻഡ് സി 7. ഓക്കെ, അപ്പോൾ 10 ഉണ്ട്, 5 ഉണ്ട്, 7. ഓക്കെ, ഓരോ റിസോഴ്സും നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അപ്പോൾ 10 ഇൻസ്റ്റൻസസ് ഓഫ് എ, 5 instances of B and 7 instances of C are present in the system. Okay, അപ്പോൾ ഒരു ടൈം T0 they are given this table. Okay, ഒരു ടൈം സ്ലോട്ടിൽ ഒരു T0 എന്ന് പറഞ്ഞ ടൈമിൽ, അത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ദാറ്റ് ഇസ്
P0 മുതൽ P4 വരെ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് തന്നിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഫോർ P0 എ എന്ന് പറഞ്ഞ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തിട്ടില്ല, ദാറ്റ് ഈസ് 0. ആൻഡ് ബി 1 റിസോഴ്സ്, 5 എണ്ണാണ് ബിന്റെ ഉള്ളത്, 5 എണ്ണാണ് ബിയുടെ ഉള്ളത്, അതിൽ 1 P0 അലോട്ട് ചെയ്തു. ആൻഡ് സി എന്ത് ചെയ്തിട്ടില്ല, അലോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അതാണ് P0. ഇനി P1ന്റെ കേസിൽ നമുക്കറിയാം 2 0 എ മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. P2ന്റെ കേസിൽ 3 എ അലോട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ 2 സി അലോട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് P3ന്റെ കേസിൽ 2 1 1, P4ന്റെ കേസിൽ 0 0 2. ഇതാണ് കറന്റ്ലി അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ്. കറന്റ്ലി ഈ ഒരു പ്രോസസ്സിന്റെ കയ്യിലുള്ള വാല്യൂസ് ആണ് ഇത്രയും. ഓക്കെ, ഇനി വാട്ട് ഈസ് മാക്സ്? മാക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. വാട്ട് ഈസ് മാക്സ്? മാക്സിമം അവർ എത്ര റിക്വസ്റ്റ് ചെയ്യാം? ദാറ്റ് ഈസ് കൺസിഡറിങ് P0 7A മാക്സിമം റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ അവരുടെ കയ്യിൽ എ ഇല്ല, ബട്ട് ടു ദ മാക്സിമം 7 റിക്വസ്റ്റ് ചെയ്യാം, കാരണം നമുക്ക് ഓൾറെഡി 10 എ ഉണ്ട്. ഓക്കെ, അതിൽ 7 മാക്സിമം P0 റിക്വസ്റ്റ് ചെയ്യാം, അതുപോലെ 5B മാക്സിമം റിക്വസ്റ്റ് ചെയ്യാം, ദെൻ 3C. ഇത്രയാണ് മാക്സിമം റിക്വസ്റ്റ് P0 വരുന്നത്. അതുപോലെ ഓരോ പ്രോസസ്സിന്റെയും മാക്സിമം എത്ര റിക്വസ്റ്റ് വരാം, അതാണ് മാക്സ് മെട്രിക്സ്. ഓക്കെ, ദാറ്റ് ഈസ് മാക്സ് മെട്രിക്സ്. ഇനി അവൈലബിൾ ആണ്. അവൈലബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അവൈലബിൾ വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ കണ്ടുപിടിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എ എത്രയുണ്ട്, 10 ഉണ്ട്. ഓക്കെ, ടോട്ടൽ എ എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു? എ എന്ന് പറഞ്ഞ റിസോഴ്സ് 5 ആൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതെത്രയാണ്? ഈ വെർട്ടിക്കലായിട്ട് നോക്കൂ. എ എന്ന് പറഞ്ഞ റിസോഴ്സ് P0 ഇല്ല, P1 2, ഓക്കെ, P2 3, P3 2, P4 0. അപ്പൊ ടോട്ടൽ എ എത്ര അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു? 0 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 0. അപ്പോൾ എത്രയായി? 3 പ്ലസ് 2 5, 5 പ്ലസ് 2 7. അത് 10 എ ഉണ്ട്. അതിൽ ഇപ്പൊ എത്ര എണ്ണം അലോക്കേറ്റ് ആയി? 7 എണ്ണം ഓൾറെഡി അലോക്കേറ്റ് ആയി. സോ ബാക്കി എത്രയാണ് അവൈലബിൾ? 3. ദാറ്റ് ഇസ് ടോട്ടൽ സിസ്റ്റത്തിലുള്ള ടോട്ടൽ ഇൻസ്റ്റൻസസ് എത്രയാണോ ദാറ്റ് മൈനസ് അലോക്കേറ്റഡ്. ഓക്കെ, അതാണ് അവൈലബിൾ. അത് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. സപ്പോസ് അവൈലബിളിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ സപ്പോസ് അവൈലബിൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അവൈലബിൾ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ക്വസ്റ്റ്യനിൽ സിസ്റ്റത്തിലുള്ള ഇൻസ്റ്റൻസസ് തന്നിട്ടുണ്ടാവും, അത് മൈനസ് അലോക്കേഷൻ ആണ് അവൈലബിൾ. ഓക്കെ, അതുപോലെ ബിന്റെ കേസിൽ 1 + 1 2, 2 എണ്ണേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. ഓൾറെഡി ബി 5 ആണുള്ളത് സിസ്റ്റത്തിൽ, അതിൽ 2 എണ്ണം അലോട്ടഡ്. സോ ബാക്കി എത്രയാ? 3. ഇനി അതുപോലെ സിന്റെ ടോട്ടൽ 7 ഇൻസ്റ്റൻസസ് ആർ ദെയർ ഇൻ ദ സിസ്റ്റം. എത്ര അലോട്ട് ചെയ്തു? 0, ഇവിടെ 0, 2 + 1 3, 3 + 2 5. 5 എണ്ണം അലോട്ട് ചെയ്തു. ഓൾറെഡി 7 ആണ് ഉള്ളത് ടോട്ടല്, അതിൽ 5 എണ്ണം അലോട്ടഡ് ആണ്. സോ ലെഫ്റ്റ് ഈസ് 7 - 5 2. അപ്പൊ അതാണ് അവൈലബിൾ. അതായത് ഇപ്പം നിങ്ങളുടെ ടോട്ടൽ സിസ്റ്റത്തിൽ ഇത്ര എണ്ണാണ് ഉള്ളത്? 10 A's ഉണ്ട്, 5 B ഉണ്ട്, 7 C ഉണ്ട്. അതിൽ അലോക്കേഷൻ മെട്രിക്സ് അവിടെ കാണിച്ചു. ഓക്കെ, ഓരോ പ്രോസസ്സിനും ABC വേണം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ കറന്റ്ലി എത്ര എണ്ണം കൊടുത്തു, ദാറ്റ് ഇസ് അലോക്കേഷൻ. ഇനി മാക്സിമം എത്ര റിക്വസ്റ്റ് വരെ അവർക്ക് വരാം, അതാണ് മാക്സ് മെട്രിക്സ്. Okay, then available it will be given in the question, and if it is not given you have to find out from this and this values. Okay, ഇതിൽ ടോട്ടൽ എയുടെ വാല്യൂ 10 എടുക്കുക, ഇവിടുത്തെ എയുടെ ടോട്ടൽ കണ്ടുപിടിക്കുക, സബ്ട്രാക്ട് ഇറ്റ്. അതുപോലെ ടോട്ടൽ ബി 5 ആണ്, ഇതിൽ അലോക്കേറ്റ് ചെയ്തത് എത്രയാണ്? ബി നോക്കുക, സബ്ട്രാക്ട്. ദെൻ സിയുടെ കേസിലും സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ അവൈലബിൾ. ദാറ്റ് മീൻസ് അറ്റ് പ്രസന്റ് സിസ്റ്റത്തിൽ 3A 3B and 2C are available. ബാക്കിയൊക്കെ അലോട്ട് ചെയ്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഇത് 10 ഇൻസ്റ്റൻസ് ഓഫ് എ ഉണ്ടായിരുന്നു, അതിൽ 7ഉം അലോട്ട് ചെയ്തു, അതുകൊണ്ടാണ് ബാലൻസ് 3 വന്നത്. അതുപോലെ 5ന്റെ അകത്ത് 2 അലോട്ട് ചെയ്തു, ബാലൻസ് 3. 7ന്റെ അകത്ത് 5 അലോട്ട് ചെയ്തു, ബാലൻസ് 2. സോ ഇത് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാൽക്കുലേഷൻ വരുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് വേഗം മെസ്സേജ് ചെയ്തേ. Okay, Nivedya. Others? Abhishek, Amal, Anuja, Ashwin, Likith, Mithun.
Okay, so first question is you have to find out the need matrix. Okay, what is need matrix? Need matrix എന്ന് പറഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ഓർ നീഡ് ഇനി എത്ര ആവശ്യമുണ്ട്. ഓക്കെ, ടാസ്ക് പെർഫോം ചെയ്യാൻ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതല്ലാതെ ഇനി എത്ര ആവശ്യമുണ്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നീഡ് മെട്രിക്സ്. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ നീഡ് മെട്രിക്സ്? എന്തായിരുന്നു? നീഡ് ഈക്വൽ ടു മാക്സ് മൈനസ് അലോക്കേഷൻ. ഓക്കെ, മാക്സിമം എത്ര റിക്വസ്റ്റ് അവർ ചെയ്യുന്നു മൈനസ് എത്ര എണ്ണം അലോക്കേറ്റ് ചെയ്തു, അതിന്റെ ഡിഫറൻസ് ആണ് നീഡ്. സോ ഡയറക്ട്ലി ഫ്രം ദ ടേബിൾ യു ക്യാൻ സബ്ട്രാക്ട്. നോക്കൂ, ഇതാണ് മാക്സ്. P0 എന്ന് പറഞ്ഞ പ്രോസസ്സ് കൺസിഡർ ചെയ്യുക, അതിലെ മാക്സ് എത്രയാണ്? 753. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുക. 7 മൈനസ് 0 എന്റെ കേസിൽ, 5 മൈനസ് 1 ബിന്റെ കേസിൽ, 3 മൈനസ് 0 2 സിന്റെ കേസിൽ. ഓക്കെ, മാക്സിമം മെട്രിക്സ് മൈനസ് അലോക്കേഷൻ മെട്രിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നീഡ് മെട്രിക്സ് കിട്ടും. അതും ABC തന്നെയാണ്. ഓക്കെ, മാക്സ് മൈനസ് അലോക്കേഷൻ. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എഴുതുക. ഓക്കെ, 1 by 1 ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ 753 മൈനസ് 010, 322 മൈനസ് 200, 902 മൈനസ് 302, 222 മൈനസ് 211, 433 മൈനസ് 002. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര എണ്ണം ഇനി ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് കിട്ടുക. കാരണം മാക്സിമം അവർ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇത്രയാണ്, പക്ഷെ നമ്മൾ അലോട്ട് ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് അലോട്ട് ചെയ്തിട്ടില്ല. സോ എത്രയും കൂടി വേണം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് the difference between max and allocation. So first question will be to find out the need matrix. So need matrix നിങ്ങൾക്ക് കിട്ടി. Okay, now the second question will be, is the system in a safe state? Okay, if yes, then what is the safe sequence? ഇതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സേഫ് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ you have to perform the safety algorithm. Okay, so need matrix ഒക്കെ കിട്ടിക്കഴിഞ്ഞു. Now you have to find out the safe state. So what is the safety algorithm? Okay, അതിൽ നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്. M equal to 3 and N equal to 5. That is, M stands for the number of resources. എത്ര ടൈപ്പ് ഓഫ് റിസോഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്? A, B and C അല്ലെ, 3 എണ്ണം. സോ M equal to എന്താണ്? 3 ആണ്. Then N means number of processes. Okay, N എത്രയാണ് നമ്മുടെ സിസ്റ്റത്തിൽ? 5 ആണ്. P0 മുതൽ P4 വരെ. സോ 5. സോ M equal to 3, N equal to 5. That is the criteria. ഓക്കെ, ഇനി നമുക്ക് എന്ത് പെർഫോം ചെയ്യണം? ബാങ്കേഴ്സ് അൽഗോരിതത്തിൽ സേഫ്റ്റി സീക്വൻസ് ചോദിച്ചതുകൊണ്ട് സേഫ്റ്റി അൽഗോരിതം പെർഫോം ചെയ്യണം. ഓക്കെ, സോ സേഫ്റ്റി അൽഗോരിതത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? വർക്ക് ഈക്വൽ ടു അവൈലബിൾ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വർക്ക് ഈക്വൽ ടു അവൈലബിൾ. സോ വാട്ട് ഈസ് അവൈലബിൾ? അതാണ് ഞാൻ പറഞ്ഞത്, അവൈലബിളിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അവൈലബിൾ എത്രയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ? 332 അല്ലെ, അവൈലബിൾ ആയിട്ടുള്ളത് എത്രയായിരുന്നു? 332. സോ അതാണ് നമ്മുടെ വർക്കിലേക്ക് അസൈൻ ചെയ്തത്. നോക്കൂ, വർക്ക് ഈക്വൽ ടു 332. ഓക്കെ, ദെൻ ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഉണ്ടായിരുന്നു. ഓക്കെ, ഫിനിഷ് വെക്ടറിന്റെ ഇനീഷ്യൽ വാല്യൂ ഈസ് ഫാൾസ്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ 5 പ്രോസസ് ഉണ്ട്, P0 മുതൽ P4 വരെ. കൺസിഡർ ഇറ്റ് ഈസ് ആൻ വെക്ടർ ഓർ ആൻ അറേ. ഓക്കെ, ഇനീഷ്യലി എന്താണ്? എല്ലാ പ്രോസസ്സിന്റെയും ഫിനിഷ് വാല്യൂ ഈസ് ഫാൾസ്. ഓക്കെ, നൗ എന്ത് ചെയ്യണം? നമുക്ക് ലൂപ്പ് പെർഫോം ചെയ്യണം. സോ ഹൗ? എന്താണ്? നമുക്ക് എത്ര പ്രോസസ്സാണ് ഉള്ളത്? 5 പ്രോസസ്സാണ് ഉള്ളത് അല്ലെ. നമുക്ക് എന്താ നോക്കേണ്ടത്? നമ്മുടെ സിസ്റ്റം സേഫ് ആണോ നോക്കണം. സിസ്റ്റം സേഫ് ആണോ നോക്കാനുള്ള ഫസ്റ്റ് ടെക്നിക് എന്താണ്? ലൂപ്പ് ചെയ്യുക. ഫോർ I equal to 0. I ആദ്യം 0 ആണ് അല്ലെ. I മാക്സിമം എത്ര വരെയാ പോവുക? 4 വരെയാണ് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഫോർ I equal to 0 നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അവരുടെ ഫിനിഷ് വാല്യൂ ചെക്ക് ചെയ്യും. ഫിനിഷ് ഓഫ് 0, ഫിനിഷ് വാല്യൂ ഫോൾസ് ആണ്. ഓക്കെ, ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? അവരുടെ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ നോക്കണം. ഓക്കെ, ഇപ്പൊ നീഡ് 0, നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം I0 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോസസ് 0 ആണ് നോക്കുന്നത്. അവരുടെ നീഡ് എത്രയാ? 743 അല്ലെ. A7 വേണം, B4 വേണം, C3 വേണം. സോ അവരുടെ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ നോക്കണം. ഓക്കെ, അതാണ് കണ്ടീഷൻ. 2 കണ്ടീഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുക. നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കും, അതുപോലെ ഫിനിഷ് ഓഫ് 0 ഫോൾസ് ആണോ ചെക്ക് ചെയ്യും. ഇഫ് ബോത്ത് കണ്ടീഷൻസ് ആർ ട്രൂ നമുക്ക് പെർഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്കറിയാം P0 എന്ന് പറഞ്ഞ I0 ആണ്. സോ P0 എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ നീഡ് 743 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ വർക്ക് എത്രയാണ്? വർക്ക് എന്ന് പറഞ്ഞാൽ കറന്റ്ലി അവൈലബിൾ
ഓക്കെ, വർക്ക് അവൈലബിൾ ആണ്. അവൈലബിൾ എത്രയായിരുന്നു? 332 ആയിരുന്നു. സോ കമ്പയർ ചെയ്തു. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? കണ്ടീഷൻ ഫോൾസ് ആണ് അല്ലെ. നീഡ് ശരിക്കും പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ വർക്ക് ആയിട്ടാണ് കിട്ടിയത്. നമുക്ക് എന്താ വേണ്ടത്? നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആയിരിക്കണം അല്ലെ. നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴും അവൈലബിളിനേക്കാളും ചെറുതായിരിക്കണം. ഓക്കെ, അവൈലബിളിന്റെ ഗ്രേറ്റർ ആയി കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്റെ കയ്യിൽ 5 പ്രിന്ററേ ഉള്ളൂ, എന്റെ നീഡ് 6 ആണ്, സോ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, so need should be less than or equal to work. So this condition is false. This condition false means no further execution. P0 should wait. Okay, P0 wait ചെയ്യണം. ഓക്കെ, അത് വെയിറ്റിംഗിലോട്ട് പോയി. നെക്സ്റ്റ് എന്താണ്? ഐയുടെ വാല്യൂ കൂട്ടുക. ഐയുടെ വാല്യൂ 1. ഐയുടെ വാല്യൂ 1 മീൻസ് യു ആർ ചെക്കിംഗ് പ്രോസസ് 1 P1. P1ന്റെ നീഡ് എത്രയാണ്? നോക്കൂ, P1ന്റെ നീഡ് എത്രയാ? 122. ഓക്കെ, ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ നോക്കണം. നോക്കൂ, 122 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 332. കറക്റ്റ് അല്ലേ? 1 3 മാച്ച് ചെയ്താൽ മതി. 2 3 2 2. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണേ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ നോക്കി. ട്രൂ ആണ്. ഓക്കെ, ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് P1നെ സേഫ് സീക്വൻസിലോട്ട് കൊണ്ടുപോയിടാം. നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കണം. സോ P0 വെയിറ്റിംഗിലോട്ട് പോയി. P1 ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. അത് ഫിനിഷ് ഓഫ് 1 ഫോൾസ് ആണ്. ഫിനിഷ് ഓഫ് 1 ഫോൾസ് ആണ്. അതുപോലെ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണ്. ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? P1നെ സേഫ് സീക്വൻസിലോട്ട് വെക്കാം. ഓക്കെ, കാരണം P1 എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഡെഡ് ലോക്ക് വരാൻ ചാൻസ് ഇല്ല. അതാണ് സേഫ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, സേഫ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അൽഗോരിതത്തിൽ പറഞ്ഞിട്ടുണ്ട്, വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ. അതായത് അവൈലബിൾ മെട്രിക്സ് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നിലവിൽ നമുക്ക് 332 ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വർക്ക് എന്ന് പറയുന്നത്. ഇനി P1 ചെയ്യുവാണെങ്കിൽ, P1 വർക്ക് ചെയ്യുകയാണെങ്കിൽ P1 ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? അവരുടെ റിസോഴ്സ് അവർ റിലീസ് ചെയ്യും. സോ ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു അലോക്കേഷൻ, ദാറ്റ് ഷുഡ് ബി ആഡഡ് ടു അവൈലബിൾ. ഓക്കെ, നോക്കൂ, വർക്ക് ഈക്വൽ ടു വർക്ക്, ഞാൻ പറഞ്ഞ അൽഗോരിതം പറയുമ്പം എക്സാമ്പിളിൽ പറയാന്ന് പറഞ്ഞു. വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ മീൻസ് ഓൾറെഡി വർക്ക് എത്രയാണ്? നമുക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ അവൈലബിൾ എത്രയാണ്? 332 ആണ്. ഓക്കെ, ഇനി P1 എത്രയാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത്? 200. അതായത് എ മാത്രമേ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോ P1 ടാസ്ക് ചെയ്ത് കഴിഞ്ഞാല് എന്തൊക്കെയാ റിലീസ് ചെയ്യുക? ഈ 200 റിലീസ് ചെയ്യും, 332 റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോ അവൈലബിൾ എന്തായി മാറും? അവൈലബിൾ കൂടും, 532 ആയിട്ട് മാറും. മനസ്സിലായോ? അതായത് നമ്മളിത് P1 സേഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1 ക്യാൻ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അപ്പൊ ഈ 332 എന്ന് പറഞ്ഞ റിസോഴ്സും കൂടെ P1ന് കൊടുക്കും. ഓക്കെ, സോ എന്ത് ചെയ്യും? P1 എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? P1 റിസോഴ്സിനെ റിലീസ് ചെയ്യും. അലോക്കേറ്റ് ചെയ്ത റിസോഴ്സും റിലീസ് ചെയ്യും അല്ലെ. അതുപോലെ ഓൾറെഡി അവൈലബിൾ ആയിട്ട് നമുക്കറിയാം 332 ആണ്. സോ അലോട്ട് ചെയ്ത് റിലീസ് ചെയ്യും. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അവൈലബിൾ ആയിട്ടുള്ള കിട്ടും. ഓക്കെ, ഇനീഷ്യലി 332 ആയിരുന്നു അവൈലബിൾ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 532. അതായത് 5A അവൈലബിൾ ആയി, 3Bയും അവൈലബിൾ ആയി, 2Cയും അവൈലബിൾ ആയി. ഓക്കെ, അതാണ് പുതിയ അവൈലബിൾ മെട്രിക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക്. ഓക്കെ, വർക്ക് അപ്ഡേറ്റ് ആയി. എപ്പോഴാണ് അപ്ഡേറ്റ് ആവുക? ഇഫ് എ പ്രോസസ് ഈസ് ഇൻ സേഫ് മോഡ്. സേഫ് മോഡ് ആണെങ്കിൽ ദേ വിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അലോക്കേറ്റ് ചെയ്ത റിസോഴ്സ് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യുമ്പോൾ അതും കൂടെ എങ്ങോട്ടേക്ക് മാറ്റണം? ആ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ റിസോഴ്സ് ഫ്രീ ആയി. സോ ആ ഫ്രീ ആയ റിസോഴ്സും കൂടെ എന്തിലേക്ക് കൊടുക്കുക? അവൈലബിളിലേക്ക് കൊടുക്കുക. എന്നാൽ മാത്രമേ ബാക്കിയുള്ള പ്രോസസ്സിന് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അവൈലബിളിലോട്ട് കൊടുക്കുക, അവൈലബിൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഫിനിഷിന്റെ ആ ഒരു പ്രോസസ്സിന്റെ ഫിനിഷ് വാല്യൂ എന്താക്കി സെറ്റ് ചെയ്യുക? ട്രൂ ആക്കി സെറ്റ് ചെയ്യുക. ഓൾറെഡി എല്ലാം ഫോൾസ് ആയിരുന്നു. ഇപ്പൊ P1 എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് ഫിനിഷ് വാല്യൂ എന്താക്കി സെറ്റ് ചെയ്യുക? ട്രൂ ആക്കി സെറ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് എത്ര വരെ ചെയ്യണം? നമുക്കെല്ലാം ട്രൂ ആവുന്ന വരെ ചെയ്യണം. ഓക്കെ, P0ന്റെ കേസിൽ എപ്പോഴും ഫോൾസ് തന്നെയാണ്. ഓക്കെ, ഇറ്റ് കനോട്ട് ബി എക്സിക്യൂട്ടഡ്, ഇറ്റ് ഈസ് ഇൻ വെയിറ്റിംഗ് സ്റ്റേറ്റ്. P1 ട്രൂ ആയി. ഓക്കെ, അത് അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം എന്തായി? അവൈലബിൾ മെട്രിക്സ് അപ്ഡേറ്റഡ് 532 എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത്. ഇനി കൺസിഡർ നെക്സ്റ്റ് പ്രോസസ് I equal to 2. I equal to 1ലാണ് നമ്മൾ ചെയ്തത്. I equal to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് 2.
ഓക്കെ P2. അപ്പൊ P2ന്റെ സെയിം പ്രൊസീജിയർ. ഫസ്റ്റ് ഓഫ് ഓൾ ഫിനിഷ് ഓഫ് 2 നോക്കി. ഫിനിഷ് ഓഫ് 2 എന്താണ്? ഫോൾസ് തന്നെയാണ്. അതുപോലെ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക്. ഓക്കെ P2ന്റെ നീഡ് എത്രയാണ്? P2ന്റെ നീഡ് 302 ആണ് നീഡ്. സോറി P2ന്റെ നീഡ് 600. ഇതാണ് നീഡ്. ഓക്കെ അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. 532 ആണ് വർക്ക് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് നോക്കി. കണ്ടീഷൻ ഫോൾസ് ആണ്. ഓക്കെ ഫോൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? P2 ഷുഡ് വെയിറ്റ്. ഓക്കെ എങ്ങനെയാ ഫോൾസ് ആയത്? ഇവിടെ 5 ആണ് നമുക്കുള്ളത്, നമ്മളെ നീഡ് 6 ആണ്. സോ അപ്പൊ തന്നെ അത് ഫോൾസ് ആയി. ഓക്കെ സോ P2 ഷുഡ് വെയിറ്റ്. അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോസസ്. ഓക്കെ അവരുടെ വാല്യൂ ഇപ്പോഴും ഫോൾസ് തന്നെയാണ് കിടക്കുന്നത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോസസ് i ഈക്വൽ ടു 3. i ഈക്വൽ ടു 3 ആകുമ്പോൾ P3 ആണ്. P3ന്റെ കേസിൽ നീഡ് എത്രയാ? 011. ഓക്കെ അവർക്ക് 011 വേണം. നമുക്ക് എത്രയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? 532 അവൈലബിൾ ആണ് അല്ലെ? 532. സോ ദാറ്റ് കണ്ടീഷൻ അവരുടെ ഫിനിഷ് വാല്യൂ ഫോൾസ് തന്നെയാണ്. ഫിനിഷ് ഓഫ് 3 ഫോൾസ് ആണ്. അതുപോലെ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആയതുകൊണ്ട് കണ്ടീഷൻ ട്രൂ ആണ്. സോ P3 ക്യാൻ ബി കെപ്റ്റ് ഇൻ ദ സീക്വൻസ്. ഓക്കെ P1 ആണ് ആദ്യം ചെയ്തത്, നെക്സ്റ്റ് വിൽ ബി P3. ഓക്കെ ആ ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും? P3 വർക്ക് ചെയ്യും. P3 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സും കൂടെ എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ അവർക്ക് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സ് റിലീസ് ചെയ്യും. ദാറ്റ് ഈസ് അവർക്ക് എത്രയായിരുന്നു അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്? P3ക്ക് 211 ആണ്. ഓക്കെ അവർക്കിപ്പം ആവശ്യമുള്ളത് അവർ എടുത്തിട്ട് വർക്ക് ചെയ്യും. അതിന്റെ കൂടെ അലോക്കേറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു, അതും കൂടെ റിലീസ് ചെയ്യും. അപ്പൊ അത് ഫ്രീ ആയി. സോ നമ്മുടെ അവൈലബിൾ ഇൻക്രിമെന്റ് ആവും. ഓക്കെ എങ്ങനെ ഇൻക്രിമെന്റ് ആവുക? ഓൾറെഡി നമുക്ക് 532 അവൈലബിൾ ആണ്. അതിൽ നിന്നാണ് അവരെടുത്തിട്ട് വർക്ക് ചെയ്തത്. അവരുടെ നീഡ് 011 ആയിരുന്നു. സോ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് അവർ വർക്ക് ചെയ്തത്. സോ ഇനി നമ്മുടെ അവൈലബിൾ എന്തായിരിക്കും? ഓൾറെഡി ഉള്ള അവൈലബിൾ പ്ലസ് അവർക്ക് അലോക്കേറ്റ് ചെയ്തതും കൂടെ റിലീസ് ചെയ്യും. 211. സോ നമ്മുടെ എന്ത് ചെയ്തു? അവൈലബിൾ മീൻസ് വർക്ക് ആണ് നമ്മുടെ. ദാറ്റ് വിൽ ബി അപ്ഡേറ്റഡ് ആസ് 743. ഓക്കെ 743 ആയിട്ട് അപ്ഡേറ്റ് ചെയ്തു. ഇനി ഇത് വെച്ചിട്ടാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഓൾസോ ദെയർ ഫിനിഷ് വാല്യൂ ഷുഡ് ബി ട്രൂ അല്ലെ? പ്രോസസ് 3 ആണ്. പ്രോസസ് 3ന്റെ ഫിനിഷ് വാല്യൂ എന്തായി? ട്രൂ ആയി. ഓക്കെ ഇനി കൺസിഡറിങ് അതർ പ്രോസസ് i ഈക്വൽ ടു 4. ഓക്കെ ലാസ്റ്റ് പ്രോസസ് P4 ആണ്. i ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ P4. അവിടെ ഫിനിഷ് ഓഫ് 4 ഫോൾസ് ആണ്. നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ നോക്കി. അവരുടെ നീഡ് എത്രയാണ്? 431 ആണ് നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണ്. ഓക്കെ ദാറ്റ് കണ്ടീഷൻ ഓൾസോ ഗെറ്റ്സ് ട്രൂ. സോ ദേ ക്യാൻ ബി കെപ്റ്റ് ഇൻ സേഫ് മോഡ്. ഓക്കെ ഇപ്പൊ സേഫ് മോഡിൽ വെക്കാം. സേഫ് മോഡിൽ വെക്കുവാണെങ്കിൽ അവരുടെ വർക്കും എന്ത് ചെയ്യണം? അവൈലബിൾ മെട്രിക്സ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ കാരണം P4 will be working and after that they need to release the resources. ഓക്കെ അപ്പൊ വർക്കും റിലീസ് ചെയ്യും. അവൈലബിൾ 743 ആയിരുന്നു. അതിന്റെ കൂടെ അവർക്ക് എത്രയാ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? 002. ഓക്കെ അതും എന്തായി? റിലീസ് ചെയ്യും. 002 എന്ന് പറഞ്ഞാൽ ആകെ സി മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ അതും കൂടെ റിലീസ് ചെയ്തിട്ട് നമ്മുടെ അവൈലബിൾ എന്താക്കി? അപ്ഡേറ്റ് ആയി. 745 ആയി. ആൻഡ് ഓൾസോ ദെയർ ഫിനിഷ് വാല്യൂ കംസ് ട്രൂ. ഓക്കെ അതുമായി. ഇനി എന്ത് ചെയ്യണം? നമ്മളെ ഫിനിഷ് ഫുള്ള് ട്രൂ ആവണം. നമ്മളെ രണ്ടാള് ട്രൂ ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ട്രൂ ആവാഞ്ഞ്? അവർക്ക് റിസോഴ്സ് അവൈലബിൾ ആയിട്ടില്ല നേരത്തെ. സോ കണ്ടിന്യൂ. ഇനി എന്ത് ചെയ്യണം? ഫുൾ ആവുന്നവരെ കണ്ടിന്യൂ ചെയ്യണം. ഇനി പിന്നെ എന്ത് ചെയ്യുക? ഐയുടെ വാല്യൂ 0യിൽ തുടങ്ങുക. ഓക്കെ 0യിൽ തുടങ്ങുക. നോക്കുക അവരുടെ നീഡ് എത്രയായിരുന്നു? 0 എന്ന് പറഞ്ഞാൽ പ്രോസസ് 0. അവരുടെ നീഡ് 743 ആയിരുന്നു. ഓക്കെ നമ്മുടെ ഇപ്പോഴത്തെ അവൈലബിൾ എത്രയാണ്? 745 ആണ്. സോ ദാറ്റ് ഇസ് ഓക്കെ. നേരത്തെ അവർക്ക് അത് കിട്ടിയിട്ടുണ്ടായില്ല റിസോഴ്സ്. നൗ അറ്റ് പ്രസന്റ് ബാക്കി 3 പേര് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് റിസോഴ്സ് അവരെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസോഴ്സ് ആണ് നമ്മുടെ അവൈലബിളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ നൗ ഇറ്റ് ബിക്കംസ് ട്രൂ. ഓക്കെ കണ്ടീഷൻ ട്രൂ ആയി. സോ P0 ക്യാൻ ബി എക്സിക്യൂട്ടഡ്. ഓക്കെ എന്നിട്ട് എന്താ ചെയ്യുക? അവരുടെ ഇതേപോലെ അവൈലബിൾ അവർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരും എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്തത് റിസോഴ്സ് റിലീസ് ചെയ്യണം. അലോക്കേറ്റ് ചെയ്ത് എത്രയാണ്? 010 ആണ് P0 അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് ഷുഡ് ബി റിലീസ്ഡ്. അപ്പോൾ അവൈലബിൾ എന്തായി? 755 ആയി. ഓക്കെ ആൻഡ് അവരുടെ ഫിനിഷ് വാല്യൂ എന്താക്കി സെറ്റ് ചെയ്യുക? ട്രൂ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് 1 നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് ഓൾറെഡി ട്രൂ ആണ്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്? ഐയുടെ വാല്യൂ 2ലേക്ക് മൂവ് ചെയ്യും. ഓക്കെ 2ലേക്ക് മൂവ് ചെയ്യും. 2ലേക്ക് മൂവ് ചെയ്യുമ്പം P2 എന്ന് പറഞ്ഞ പ്രോസസ് ആണ്. അവരുടെ നീഡ് 600 ആണ്.
അവരുടെ ഓൾറെഡി ഉള്ള ഫിനിഷ് വാല്യൂ ഫോൾസ് ആണ്. അതുപോലെ അവരുടെ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണ്, കണ്ടീഷൻ ട്രൂ. സോ ദേ ക്യാൻ ബി കെപ്റ്റ് ഇൻ സേഫ് സീക്വൻസ്. അപ്ഡേറ്റ് ചെയ്യുക, വർക്കും അപ്ഡേറ്റ് ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് വർക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, A10 B5 C7 വരും. അതായത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു അല്ലെ. ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇയാള്. സോ എല്ലാരും ചെയ്ത് കഴിഞ്ഞാല് ബാക്കി സിസ്റ്റത്തിൽ എത്രയാ അവൈലബിൾ ഉണ്ടാവുക? നമ്മുടെ ഫസ്റ്റ് പറഞ്ഞില്ലേ, എയുടെ 10 ഇൻസ്റ്റൻസസ് ഉണ്ട്, ബിയുടെ 5 ഇൻസ്റ്റൻസസ് ഉണ്ട്, സിയുടെ 7 ഇൻസ്റ്റൻസസ് ഉണ്ട്. സോ ദാറ്റ് വിൽ ബി യുവർ അവൈലബിൾ. അപ്പൊ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ നോക്കണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ അവൈലബിൾ മെട്രിക്സ് എന്തായിട്ടുണ്ടാവും? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സിസ്റ്റത്തിലുള്ള ഇൻസ്റ്റൻസസ് തന്നെയായിട്ട് മാറും. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ 10 A's ആണുള്ളത്, 5 B's ആണ്, 7 C ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് തന്നെ അവൈലബിൾ ആയിട്ട് വരും. ആൻഡ് P2 അവരുടെ ഫിനിഷ് വാല്യൂ ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. സോ നൗ ദ ഫിനിഷ് വെക്ടർ കംസ് ട്രൂ. എല്ലാവരും ട്രൂ ആയി അല്ലെ. എല്ലാവരും ട്രൂ ആയി കഴിഞ്ഞാല് നൗ ദ സിസ്റ്റം ബിക്കംസ് സേഫ്. ഓക്കെ, നമുക്ക് ചില കേസിൽ ട്രൂ ആവില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് ഫാൾസ് then it is unsafe. So ഈ കേസിൽ എല്ലാവരും ട്രൂ ആയി. സോ ദ സിസ്റ്റം ഈസ് സേഫ്. ഓക്കെ, സേഫ് ആണ്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സേഫ് സീക്വൻസ്. വാട്ട് ഈസ് സേഫ് സീക്വൻസ്? ഈ എക്സിക്യൂട്ട് ചെയ്ത ഓർഡർ ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് P1, then P3, then P4, then P0, at last P2. ദിസ് ഈസ് ദ സേഫ് സീക്വൻസ്. അതായത് ഈ ഒരു സീക്വൻസിലാണ് നിങ്ങളുടെ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ then there won't be any deadlock and the system will be in safe mode. So this is the safety algorithm. അപ്പൊ ഇത് അൽഗോരിതം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അൽഗോരിതം പഠിച്ചാൽ ജസ്റ്റ് ഇങ്ങനെയൊന്നും ചെയ്യണ്ട, ജസ്റ്റ് നോക്കി ടിക്ക് ചെയ്തിട്ട് നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ഓക്കെ, അതിൽ അപ്ഡേറ്റ് ചെയ്യുക, അപ്ഡേഷൻ അത്രേ വരുന്നുള്ളൂ. ഈ സ്റ്റെപ്സ് ഒന്നും എഴുതണമെന്നില്ല. വർക്ക് ഈക്വൽ ടു ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതി. ഫിനിഷ് വാല്യൂ ട്രൂ ആക്കുക. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ചെയ്യുന്ന കാൽക്കുലേഷൻ ഷുഡ് ബി കറക്റ്റ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? സിസ്റ്റം സേഫ് ആവുന്നത്. പിന്നെ വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ എന്താണെന്നത് മനസ്സിലായല്ലോ. ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളതിന്റെ കൂടെ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ അവർക്ക് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സസും കൂടെ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം. ദെൻ ഓൺലി ഇറ്റ് വിൽ കംസ് ടു അവൈലബിൾ മോഡ്, അവൈലബിൾ ആയിട്ട് വരും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ എന്താണ് വെയിറ്റിംഗ് ആയിട്ടുള്ള ആൾക്ക് റിസോഴ്സ് കിട്ടുള്ളൂ. ഓക്കെ, അറ്റ് ലാസ്റ്റ് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് കൺഫേം ചെയ്യാൻ എന്ത് ചെയ്യുക? ലാസ്റ്റ് എല്ലാവരും ട്രൂ ആവുന്ന ടൈമിൽ അവൈലബിൾ എന്തായിരിക്കും? ഈ ഒരു വാല്യൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ 10, 5, 7 ഈ വാല്യൂ ആയിരിക്കും വരിക റിസോഴ്സിന്റെ. ഓക്കെ, കാരണം എന്താ? എല്ലാ പ്രോസസ്സും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അലോക്കേഷൻ കംപ്ലീറ്റ് 0 ആയിരിക്കും. ഓക്കെ, ഒന്നും അലോക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലോ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടുണ്ടാവും. മനസ്സിലായോ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ഫോർ സേഫ് സ്റ്റേറ്റ്. മനസ്സിലായോ? ക്ലിയർ ആണോ? എന്നെല്ലാവരും റെസ്പോണ്ട് ചെയ്തേ. ക്ലിയർ ആണോ? ഇത് ഇന്ന് തന്നെ സ്ലൈഡ് നോക്കിയിട്ട് എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൽ ചോദിക്കാം. നമ്മൾ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ അതിൽ സോൾവ് ചെയ്യേണ്ടി വരും. 3 ക്വസ്റ്റ്യൻസ് മാക്സിമം ചോദിക്കാം. ഓക്കെ, അതിൽ നീഡ് ഈസിയാണ്. സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാൽക്കുലേഷൻ ഉള്ളത്. ഇതും അൽഗോരിതം ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ ആണോ? ഹൃദുൽ, അഭിഷേക്, ഹൃദുൽ, ബോയ്സ് എന്താ റെസ്പോണ്ട് ചെയ്യാത്തത്? ക്ലിയർ ആണോ? അഖിൽ, CV, അമൽ, അർപ്പിത്, ജരീഷ്, മിഥുൻ, നബീൽ, റാസി, റിസ്വിൻ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് കാൽക്കുലേഷൻ, ബേസിക് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, അത് തെറ്റിക്കാൻ പാടില്ല. ഇന്ന് തന്നെ ഞാൻ PPT ഇപ്പൊ ഞാൻ ഇത് അപ്ഡേറ്റഡ് PPT ആണ്, ഞാൻ ലിങ്ക്വേസിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഗൂഗിൾ ക്ലാസ് റൂമിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് ഈ മോഡ്യൂളിന്റെ ലാസ്റ്റ് ഇടാം, കൺഫ്യൂഷൻ വരണ്ട.
ലിൻവേസിൽ ഞാൻ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ എന്നിട്ട് ഇതെന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന് തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ആഫ്റ്റർ വെക്കേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, 9 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. 9 മാർക്സ്. ഓക്കെ, സോ ഗേൾസ് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ റിസോഴ്സ് റിക്വസ്റ്റ് ചോദിക്കുന്ന റിസോഴ്സ് റിക്വസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം പെർഫോം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെയിം നേരത്തെ പറഞ്ഞിട്ടുള്ള സേഫ്റ്റി അൽഗോരിതം കൂടെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ കൺഫേം വെദർ ദാറ്റ് റിക്വസ്റ്റ് ഷുഡ് ബി ഗ്രാൻഡഡ് ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ രണ്ടും ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ റിസോഴ്സ് റിക്വസ്റ്റ് ചെയ്യുക, അത് ഓക്കെ ആണെങ്കിൽ ആ 3 സ്റ്റെപ്പ് ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സേഫ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് you can confirm that the request can be granted. Okay, ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Okay, so now attendance പറഞ്ഞോളൂ. ആശിഷ്, അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ സി വി, അഖിൽ കെ, അമൽ, അമിന, അനീന, അനിരുദ്ധ്, അഞ്ജിത, അനിരുദ്ധ് ആബ്സെന്റ്. ഓക്കെ, അനുജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ ഉണ്ടോ? ഓക്കെ, ഫസ്ന, ഫാത്തിമ ത്രംഷദ, ഹൃതുൽ, ജരീഷ്, ഓക്കെ, ജരീഷ്, ഖദീജ, ലിഖിത്, മറിയം ലിയാന, മിഥുൻ, നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ, ഷഫീഖ്, സാലി, നബീൽ, നന്ദിത, നിവേദ്യ, നൂഹ, പ്രിൻസ്, ഋഷികേശ്, റിസ്വിൻ, ഋതിക്, രോഹിത്, സഫീൽ, സങ്കീർത്തന, then സാരംഗ്, സജാൽ, സെവിൻ, ഷബിൻ, സിസ്ഹാജ്, തനുശ്രീ, തേജ, തുളസി, വൈഷ്ണവി, വിഷ്ണു, വൈഷ്ണ, യാദവ്, അനീഷ്, അമൽ, അനീഷ് ആബ്സെന്റ് അല്ലേ? സോ ആബ്സെന്റ് ഈസ് അനിരുദ്ധ്, നാസിഫ്, നിഹാൽ, സാലി, സഫീൽ ആൻഡ് അനീഷ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ആലോചിക്കുക, വെക്കേഷൻ ടൈമിൽ പെൻഡിങ് ലാബ് എക്സ്പെരിമെന്റ്സ്, പെൻഡിങ് തിയറി അസൈൻമെന്റ്സ് ഇതൊക്കെ ഉള്ളവർ സബ്മിറ്റ് ചെയ്യുക. ബിഫോർ 30 ഓഗസ്റ്റ് 30ക്ക് മുന്നേ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റൂല, കാരണം ലേറ്റ് സബ്മിഷൻ ആണ്. സോ ബിഫോർ 30ക്ക് മുന്നേ എല്ലാവരും ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ലിൻവേസിൽ ഞാൻ ഓപ്പൺ ചെയ്യാം. ഓക്കെ, തിയറി അസൈൻമെന്റ്സും ലാബ് എക്സ്പെരിമെന്റ്സും. ഓക്കെ, സോ താങ്ക് യു.